അവിയല്, കൂട്ടുകറി, തീയല്, തോരൻ, ഓലൻ, അങ്ങനെ പോവുകയാണ് വിഭവം. കൽക്കണ്ടം, മുന്തിരി, ചോറ്, നെയ്യ്, നെയ്യൊഴിക്കാൻ ഭഗവാൻ വരുന്നു. പരിപ്പ്, സാമ്പാറ്, പുളിശ്ശേരി, അടപ്രഥമൻ, ഗോതമ്പ് പായസം, ചക്ക പായസം, പഴം പായസം, പാൽപായസം, ചോറ്, പച്ചമോര്, അങ്ങനെ ഓരോ നാടകശാലയുടെ ഉള്ളില് ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന ആളുകളുടെ കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ചോറിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇലയിൽ തൊടാവൂ. അതിന് മുമ്പ് കൈകൾ കൊണ്ട് ഇലയിൽ വെക്കരുത്. ചോറ് ഇട്ട് കഴിഞ്ഞ് മാത്രമേ കൈകൾ തൊടാവൂ. ോടുകൂടി നാമജപ മന്ത്രങ്ങളുമായി നാടകശാലയ്ക്കുള്ളിൽ പ്രവേശിച്ച് നാടകശാല സദ്യ നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിച്ച് ഈ നാടകശാല സദ്യയുടെ പവിത്രത പങ്കുചേർക്കുക നിങ്ങൾ ഓരോരുത്തരോടും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ പുറകിൽ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വഴക്കില്ല, തല്ലില്ല, സന്തോഷത്തോടെ സ്നേഹത്തോടെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ഭഗവാന്റെ ചരിത്ര പ്രസിദ്ധമായ നാടകശാല സദ്യ കഴിക്കുവാനായി നിങ്ങൾ ഓരോരുത്തരും സ്നേഹത്തോടെ സമാധാനത്തോടെ ഇന്ന് രാവിലെ മുതൽ രാവിലെ 6 മണി മുതൽ 5 മണി മുതലൊക്കെ ഇവിടെ വന്ന് ക്യൂ നിന്ന് ഇത്രയും നേരം ഈ ചുട്ടുകൊള്ളുന്ന ഈ മീന മാസത്തിലെ ഈ ചൂടിനെ അവഗണിച്ചുകൊണ്ട് ഭഗവാന്റെ പ്രസാദം കഴിക്കുക. കാരണം തിരക്കും തിരക്കും ഭയങ്കരമായി ബാരിക്കേഡുകളൊക്കെ തകർത്തു പോകുന്ന കാഴ്ചയാണ്. അല്ല, നിങ്ങൾ എല്ലാവരും സ്നേഹത്തോടെയാണ്, സന്തോഷത്തോടെയാണ് ഓരോ ചെറുപ്പക്കാരന്റെ മുഖത്തും വരുന്ന പുഞ്ചിരി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ 70-80 വയസ്സുള്ളവരുണ്ട്. അവരെല്ലാം നല്ല സന്തോഷത്തോടു കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് നാടകശാലകളിലേക്ക് കയറുന്നത്. എത്ര സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. ഈ ഭഗവാൻ നിങ്ങളെ ഇങ്ങനെ ആക്കിയിരിക്കുകയാണ്. ഈ ഭഗവാന്റെ പ്രസാദം നിങ്ങൾക്ക് കഴിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. ഇതിനകത്ത് അവിടെ നിന്ന് പറയും കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ നിങ്ങൾ തിരിച്ചു പോകണം. ഇപ്പോൾ എല്ലാവർക്കും കയറാനുള്ള സൗകര്യമുണ്ട്. വളരെ സന്തോഷത്തോടെ എത്ര സമാധാനപരമായിട്ട് ഒരിക്കലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത്രയും സമാധാനത്തോടുകൂടി ഈ ബാരിക്കേഡിനുള്ളിൽ ഇങ്ങനെ ഇടിച്ചു കയറുന്നവരെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ എത്ര ആരോഗ്യം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അന്നപ്രസാദം കഴിക്കുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചരിത്ര പ്രസിദ്ധമായ നാടകശാല സദ്യയുടെ ഒരുക്കങ്ങളുടെ അവസാന ഘട്ടത്തിലെ ആൾ പ്രവേശനം നടക്കുകയാണ്. ഇവരെല്ലാം നാടകശാലയ്ക്കുള്ളിൽ ദയവായി ചോറ് വിളമ്പാതെ ഇലയിൽ തുടരുത്. ചോറ് വിളമ്പാതെ ഇലയിൽ തുടരുത്. ആഹാര സാധനങ്ങൾ എടുത്ത് കഴിക്കരുത്. ചോറ് വിളമ്പുന്ന ചടങ്ങ് എല്ലാവരും ഇരുന്ന ശേഷമാണ് നടക്കും. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഈ മഹാമന്ത്രമായിരിക്കണം നമ്മുടെ മനസ്സിൽ ഉച്ചരിക്കേണ്ടത്. എന്ത് സമാധാനത്തോടു കൂടിയാണ്. അങ്ങനെ ഏകദേശം ഒരു 70 പേരോളം നേരത്തെ തന്നെ കയറിയിരുന്നു. അതിനുശേഷമുള്ള ഏരിയയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കിട്ടിയില്ല എന്ന് കരുതി വിഷമിക്കരുത്, പിണങ്ങരുത്. സന്തോഷത്തോടെ എന്ത് സമാധാനമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സ്മരിക്കുകയാണ്. വളരെ ഉത്തരവാദിത്തത്തോടുകൂടിയാണ് നിങ്ങളുടെ ജോലികൾ നിർവഹിക്കുന്നത്. എന്ത് സന്തോഷമാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തവർക്ക് കാണാൻ സാധിക്കുന്നത്. ഈ അമ്മമാരെല്ലാം എന്ത് സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇക്കുറിയാണ് കാണാൻ സാധിച്ചത്. ഇത്ര മനോഹരമായി നാടകശാലകളിൽ ഈ അംഗങ്ങളൊക്കെ പ്രവേശിച്ചത്. എത്ര മനോഹരമാണ്. ദേവസ്വം ഉദ്യോഗസ്ഥന്മാർക്ക് സന്തോഷമായി. അവര് നടത്തുന്ന ഒരു സദ്യയായിരുന്നു ഇത്. ഒരു വേറിട്ട അനുഭവമായിരുന്നു ഈ വർഷം. പക്ഷെ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ചടങ്ങിൽ എല്ലാവരും പങ്കെടുക്കുന്നത്. എല്ലാവരും ഇരുന്നു. നമുക്ക് ദേവസ്വം ഓംബുഡ്സ്മാൻ ചോറ് വിളമ്പുന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഈ ക്യൂവിൽ നിൽക്കുന്നവര് ക്ലോസ് ചെയ്തു. പക്ഷേ നാടകശാല സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി വളരെ വിളമ്പുകാരെ ശബ്ദമുണ്ടാക്കണ്ട. വിളമ്പുകാരെ ശ്രദ്ധിക്കുക. നമ്മൾ ശബ്ദമുണ്ടാക്കിയാൽ ഇരിക്കുന്നവർക്ക് ആവേശം കൂടും. അങ്ങനെ ആവേശം കൂടിയാൽ അവരിടയ്ക്ക് എഴുന്നേക്കാൻ സാധ്യതയുണ്ട്. വിളമ്പുകാർ വളരെ സമാധാനത്തോടുകൂടി എല്ലാ വിഭവങ്ങളും നമുക്ക് കൃത്യമായി വിളമ്പണം. ഈ ചട്ടിയൊക്കെ പിടിച്ച് നിൽക്കുന്നവര് വിളമ്പ് ഇല്ലാത്ത സാധനങ്ങൾ അവിടുന്ന് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യും. 5 പേരെ നാടകശാലയിൽ ചുമതലപ്പെടുത്തിയവർ ശ്രദ്ധിക്കുക. ആ
സാധനങ്ങളൊക്കെ കൊടുത്തു വിടുക. എന്ത് സന്തോഷത്തോടു കൂടിയാണ് കഴിക്കുന്നത്, വളരെ സമാധാനത്തോടു കൂടി കഴിച്ചാൽ മതി. അങ്ങനെ അങ്ങനെ നമ്മുടെ അമ്പാടി കണ്ണൻ, നമ്മുടെ ഉണ്ണിക്കണ്ണൻ, നമ്മുടെ പാർത്ഥസാരഥി അങ്ങനെ നാടകശാലയിൽ എത്തുകയാണ്. അവര് കണ്ടില്ലേ, നെയ് വിളമ്പാനായിട്ട് അദ്ദേഹം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നെയ് വിളമ്പി തുടങ്ങി. അങ്ങനെ ഭഗവാൻ നമ്മുടെ നാടകശാലയുണ്ട്, നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, ഭഗവാനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ നാടകശാല സദ്യ ഒരു നാടിന്റെ സാംസ്കാരിക പൈതൃകത്തെ ഉണർത്തുന്ന, ഒരു നാടിന്റെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്ന, ഒരു നാടിന്റെ സംസ്കൃതിയെ ഊട്ടി ഉറപ്പിക്കുന്ന, ഒരു നാടിന്റെ വായുവായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ചരിത്രവും സ്നേഹവും മനസ്സും അദ്ദേഹത്തിന്റെ ചിന്തകളും എല്ലാം നമ്മളിൽ ഒത്തിരി സന്തോഷം സൃഷ്ടിക്കുന്ന ഒരു വലിയ മനസ്സുമായിട്ടാണ് നമ്മൾ നാടകശാല സദ്യ കാണുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളിലൂടെയാണ് നാടകശാല സദ്യ നടക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളും ഇവിടെ അങ്ങ് പെയ്തിറക്കുന്നത് പോലുള്ള മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ അമ്പാടി കണ്ണൻ, നമ്മുടെ ശ്രീകൃഷ്ണ പരമാത്മാവും നമ്മുടെ ഈ പരിസരത്ത് നാടകശാലത്തിൽ നടന്നിട്ടില്ല. അത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്വവും ഇരിക്കുന്നവരുടെ മനസ്സും അല്ലെ, നമ്മൾ ഇരിക്കുന്നവരുടെ മനസ്സ് വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരിയ്ക്കുന്നത്. അവർക്ക് ഈ ഭഗവാൻ ആവാഹിക്കുന്ന എത്ര മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്ര പ്രസിദ്ധമായ നാടകശാല സദ്യ. നാടകശാല സാക്ഷ്യം വഹിക്കുന്നത് ഈ സദ്യ ഒരുപക്ഷെ